കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. പക്ഷേ ഇന്ന് ഈ നാടിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പുറത്തു വരുന്ന വർത്തമാനങ്ങൾ അത്ര സുഖകരമല്ല. അതിനൊരു വലിയ അപായ സൂചനയുണ്ട്. കേവലം ഒരു പ്രതിസന്ധിയുടെയോ ഞെരുക്കത്തിൻ്റെയോ അല്ല, മറിച്ച് മുൻപോട്ടുള്ള യാത്ര തന്നെ അവസാനിക്കാൻ പോകുന്ന ഒരു വലിയ സാമ്പത്തിക തകർച്ചയുടെ അപായ സൂചന. ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല, നാളെ നാം അനുഭവിക്കാൻ പോകുന്ന നഗ്നമായ യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ സാമ്പത്തിക രംഗം കടന്നുപോയത് സമാനതകളില്ലാത്ത പോരാട്ടങ്ങളിലൂടെയാണ്. സംസ്ഥാനം നേരിട്ടത് കേവലം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നില്ല, മറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ആസൂത്രിതമായ ഒരു സാമ്പത്തിക ഉപരോധം തന്നെയായിരുന്നു. അതെ, ഉപരോധം. ഒരു സംസ്ഥാനത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ പാകത്തിലുള്ള സാമ്പത്തിക ഉപരോധം. അർഹതപ്പെട്ട GST നഷ്ടപരിഹാരം നിഷേധിക്കപ്പെടുന്നു, സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നു, റവന്യൂ കമ്മി ഗ്രാൻറ്റുകൾ ഇല്ലാതാക്കുന്നു. പ്രളയവും മഹാമാരികളും തകർത്തൊരു സംസ്ഥാനം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് കേന്ദ്രം സാമ്പത്തിക സഹായങ്ങളുടെ വാതിലുകൾ ഓരോന്നായി കൊട്ടിയടച്ചത്. ജനങ്ങളെ പട്ടിണിക്കിടാതിരിക്കാനും ക്ഷേമ പെൻഷനുകൾ കൊടുക്കാനും പൊതുജനാരോഗ്യം സംരക്ഷിക്കാനും ഖജനാവിലെ അവസാനത്തെ നാണയത്തുട്ടും എടുത്ത് ചെലവാക്കേണ്ടി വന്ന ഒരു സർക്കാരിനെ നോക്കി ദൂർത്ത് എന്ന് മുദ്രകുത്താൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ആ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണക്കാരൻ ഡൽഹിയിലെ അധികാര സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു എന്നത് പലരും സൗകര്യപൂർവ്വം മറന്നുകളഞ്ഞു. ഈ ഒരു അത്യന്തം സങ്കീർണമായ ഇരുണ്ട സാമ്പത്തിക പശ്ചാത്തലത്തിലേക്കാണ് അധികാരത്തിൻ്റെ കസേരകൾ സ്വപ്നം കണ്ടുകൊണ്ട് UDF കടന്നു വരുന്നത്. അവരുടെ കയ്യിൽ ജനങ്ങളെ മയക്കാനുള്ള വലിയൊരു അസ്ത്രമുണ്ടായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി. 5 വലിയ വാഗ്ദാനങ്ങൾ. സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം, സൗജന്യ യാത്ര, 3000 രൂപ പെൻഷൻ. അങ്ങനെ കേൾക്കാൻ ഏറെ ഇമ്പമുള്ള വാഗ്ദാനങ്ങളുടെ ഒരു ഘോഷയാത്ര. കേന്ദ്ര ഉപരോധത്തിൽ ശ്വാസം മുട്ടി നിൽക്കുന്നൊരു സംസ്ഥാനത്ത് വെറും വോട്ടുകൾ മാത്രം ലക്ഷ്യമാക്കി ഇറക്കിയ ഈ വാഗ്ദാനങ്ങൾ ഒരു വലിയ സാമ്പത്തിക നുണയായിരുന്നു എന്ന് തിരിച്ചറിയാൻ അധികകാലം വേണ്ടി വന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ വന്നതോടെയാണ് യാഥാർത്ഥ്യം UDFനെ തുറിച്ചു നോക്കാൻ തുടങ്ങിയത്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ പ്രായോഗികമായി യാതൊരു നിർവാഹവുമില്ലാത്ത അവസ്ഥ. നിലവിലുള്ള നീക്കിയിരിപ്പ് കഴിഞ്ഞാൽ ഖജനാവിലെ എലികൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്തത്ര ശൂന്യത. ഒരു വശത്ത് കൊടുത്തു തീർക്കാൻ ബാക്കിയുള്ള 10,000 കോടികളുടെ കുടിശ്ശിക, മറുവശത്ത് 77% ശമ്പളത്തിനും പെൻഷനും പലിശയ്ക്കുമായി പോകുന്ന വരുമാനം. ഇതിനിടയിൽ എവിടെ നിന്നാണ് ഈ പുതിയ ഗ്യാരണ്ടികൾക്കുള്ള 1000 കോടികൾ കണ്ടെത്തുക? ഉത്തരം വളരെ ലളിതമായിരുന്നു: കഴിയില്ല. പക്ഷേ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ അത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന് അവർക്കറിയാം. അങ്ങനെയാണ് മുഖം രക്ഷിക്കാൻ വേണ്ടി ആ 5 ഗ്യാരണ്ടികളിൽ നിന്ന് ഒരെണ്ണം മാത്രം അവർ പൊടി തട്ടിയെടുത്തത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. എന്തുകൊണ്ട് ആദ്യം ഈ വാഗ്ദാനം തന്നെ തിരഞ്ഞെടുത്തു? അതിനൊരു വലിയ സാമ്പത്തിക കുതന്ത്രമുണ്ട്. ബാക്കിയുള്ള വാഗ്ദാനങ്ങൾക്കെല്ലാം അക്കൗണ്ടിൽ നേരിട്ട് പണം കൊടുക്കണം. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. എന്നാൽ ബസ് യാത്ര സൗജന്യമാക്കുമ്പോൾ സർക്കാരിൽ നിന്ന് KSRTCക്ക് പിന്നീട് പണം നൽകിയാൽ മതി. അതായത് ബാധ്യത ഉടനടി ട്രഷറിയെ ബാധിക്കില്ല. KSRTCയുടെ തലയിൽ കെട്ടിവയ്ക്കാം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇതിലും മികച്ചൊരു സൂത്രമില്ല. എന്നാൽ അവിടെയും കാത്തിരുന്നത് മറ്റൊരു ട്വിസ്റ്റാണ്. സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ പുറത്തു വരുന്ന വാർത്തകൾ ആ വാഗ്ദാനത്തിൻ്റെ മുനയൊടിക്കുന്നതായിരുന്നു. സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രം. ഫാസ്റ്റ് പാസഞ്ചർ മുതലുള്ള ഉയർന്ന സർവീസുകളിൽ ഇത് അപ്രായോഗികമാണെന്ന് സർക്കാരിൻ്റെ തന്നെ വിദഗ്ധ സമിതി പറയുന്നു. ആകാശത്തോളം വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്നവർ ഇപ്പോൾ അത് വെറുമൊരു ലോക്കൽ ബസ് യാത്രയിലേക്ക് ചുരുക്കിയിരിക്കുന്നു. കാരണം അവർക്കറിയാം, ഫാസ്റ്റ് പാസഞ്ചറുകൾ കൂടി സൗജന്യം നൽകിയാൽ KSRTC എന്ന പ്രസ്ഥാനം അതോടെ പൂട്ടിപ്പോകുമെന്ന്. അത്രത്തോളം ഭീകരമാണ് സംസ്ഥാനത്തെ സാമ്പത്തിക യാഥാർത്ഥ്യം. ഇതിലെല്ലാം ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയാവോ? ഈ കടക്കണിയുടെയും പൊള്ളയായ വാഗ്ദാനങ്ങളുടെയും നടുവിൽ ഒന്നും അറിയാതെ ബലിയാടാകാൻ പോകുന്നത് പാവം CP ജോണാണ്. കാലങ്ങളോളം കാത്തിരുന്ന് ഒടുവിൽ കിട്ടിയ ഒരു മന്ത്രിസ്ഥാനം. പക്ഷേ ആ കസേരയ്ക്ക് താഴെ ഇത്ര വലിയൊരു ടൈം ബോംബാണ് സഹപ്രവർത്തകർ ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് പാവം ജോൺ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായില്ല. കാശില്ലാത്ത ഖജനാവും താറുമാറായ വകുപ്പും വച്ച് ജനങ്ങളുടെയും ജീവനക്കാരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കാൻ വിധിക്കപ്പെട്ട CP ജോൺ ഈ രാഷ്ട്രീയ നാടകത്തിലെ ഏറ്റവും നിസ്സഹായനായ കഥാപാത്രമായി അദ്ദേഹം മാറുകയാണ്. ഈ ഗ്യാരണ്ടികളുടെ പൊള്ളത്തരം മനസ്സിലാക്കാൻ നാം അതിർത്തി കടന്ന് കർണാടകയിലേക്കൊന്ന് നോക്കണം. IT വ്യവസായങ്ങളുടെ ഈറ്റില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തനത് വരുമാനമുള്ള വലിയ സാമ്പത്തിക ഭദ്രതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന്. അവിടെ ഈ 5 ഗ്യാരണ്ടികൾ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കി. ഫലമോ? ഇന്ന് കർണാടക വലിയൊരു സാമ്പത്തിക തകർച്ചയുടെ വക്കിലാണ്. ഒരു വർഷം 52,000 കോടി രൂപയാണ് ഈ സൗജന്യങ്ങൾക്കായി മാത്രം അവർ ചെലവാക്കുന്നത്. വികസനത്തിന് ഫണ്ടില്ലെന്ന് പറഞ്ഞ് സ്വന്തം MLAമാർ തന്നെ സർക്കാരിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. ഗ്യാരണ്ടികൾ സംസ്ഥാനത്തിന് വലിയൊരു ബാധ്യതയായി മാറിയെന്ന് ഉപമുഖ്യമന്ത്രിക്ക് തന്നെ തുറന്നു പറയേണ്ടി വരുന്നു. ആ ഉപമുഖ്യമന്ത്രി ഇപ്പോൾ മുഖ്യമന്ത്രിയായി എന്നുള്ളത് മറ്റൊരു കാര്യം.
ഇവിടെയാണ് നാം നടുങ്ങേണ്ടത്. അതിഭീമമായ സ്വന്തം വരുമാനമുള്ള കർണാടക പോലൊരു സംസ്ഥാനം ഈ വാഗ്ദാനങ്ങളുടെ ഭാരത്താൽ നടുവൊടിഞ്ഞു വീഴാൻ തുടങ്ങുമ്പോൾ സ്വന്തമായി യാതൊരു വരുമാനവുമില്ലാത്ത, ദൈനംദിന ചെലവുകൾക്ക് പോലും കടമെടുക്കുന്ന, കേന്ദ്ര ഉപരോധത്താൽ വീർപ്പ് മുട്ടുന്ന നമ്മുടെ കൊച്ചു കേരളം ഈ ഭീമമായ തുക എവിടെ നിന്ന് കണ്ടെത്തും? ഇത് ആത്മഹത്യാപരമല്ലേ? ഈ പ്രതിസന്ധി UDFൻ്റേത് മാത്രമല്ല. മുൻപ് ഭരിച്ച LDF സർക്കാരും ഇത്തരം മോഹന വാഗ്ദാനങ്ങളുടെ പൊള്ളുന്ന യാഥാർത്ഥ്യം അനുഭവിച്ചവരാണ്. വീട്ടമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ നൽകാമെന്ന ഇടതുപക്ഷത്തിൻ്റെ വാഗ്ദാനം ഓർമ്മയില്ലേ? സർക്കാർ ആ പദ്ധതി നടപ്പിലാക്കി. ആദ്യത്തെ 2 മാസം തുക കൊടുക്കുകയും ചെയ്തു. പക്ഷേ പിന്നെ എന്ത് സംഭവിച്ചു? ഇലക്ഷൻ കഴിഞ്ഞത് മുതൽ ഇതുവരെ ആ തുകയൊന്നും ആ വീട്ടമ്മമാർക്ക് കിട്ടിയിട്ടില്ല. പദ്ധതി പൂർണ്ണമായും മുടങ്ങിയെന്ന് സാരം. കാരണം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, തുടർന്നും കൊടുക്കാൻ ഖജനാവിൽ കാശില്ലാത്തത് കൊണ്ട് തന്നെ. അതൊരു വലിയ പാഠമായിരുന്നു. എന്നാൽ ആ പാഠം പഠിക്കാതെയാണ് വോട്ട് മാത്രം ലക്ഷ്യമാക്കി അതിലും വലിയ ഗ്യാരണ്ടികളുമായി UDF ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാനിറങ്ങിയത്. വരും മാസങ്ങളിൽ നമ്മെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ ദുരന്തങ്ങളാണ്. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിന്ന് പുറത്തു വരുന്ന സൂചനകൾ ഭയാനകമാണ്. നിലവിലെ സാമ്പത്തിക അവസ്ഥ തുടർന്നാൽ വരും മാസങ്ങളിൽ സാധാരണക്കാരുടെ ഏക ആശ്രയമായ പ്രതിമാസ ക്ഷേമ പെൻഷനുകൾ മുടങ്ങും. മറ്റു സർക്കാർ സഹായങ്ങൾ നിലയ്ക്കും. എന്തിന്? സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തും. ഇത് വെറുമൊരു ഭീതിയല്ല, കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പുകൾ നാം അവഗണിക്കരുത്. കേവലം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയോ വോട്ടു ബാങ്കുകൾ സംരക്ഷിക്കാൻ വേണ്ടിയോ ഈ ഇന്ദിരാ ഗ്യാരണ്ടികൾ സംസ്ഥാനത്ത് പൂർണ്ണമായും നടപ്പിലാക്കാൻ സർക്കാർ തുനിഞ്ഞാൽ കേരളം ഗുരുതരമായ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് വഴുതി വീഴും. ആകെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും ബാക്കിയുള്ളത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായ ഇത്തരം ക്ഷേമ പദ്ധതികൾക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് എന്തു ബാക്കിയുണ്ടാകും? ഒന്നുമില്ല, പൂജ്യമായിരിക്കും. ഇതാണ് ഈ കഥയുടെ ഏറ്റവും ഭയാനകമായ ക്ലൈമാക്സ്. ശമ്പളവും ക്ഷേമ പെൻഷനും ഇന്ദിരാ ഗ്യാരണ്ടിയും കൊടുത്തു തീർക്കുമ്പോൾ കേരളത്തിൻ്റെ ഖജനാവ് പൂർണ്ണമായും വറ്റിവരളും. പിന്നെ ഇവിടെ പുതിയൊരു റോഡ് വെട്ടില്ല, പുതിയൊരു പാലം വരില്ല, ആശുപത്രികളിൽ പുതിയ സൗകര്യങ്ങൾ ഉണ്ടാകില്ല, വിദ്യാലയങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾ ഉയരില്ല, വ്യവസായങ്ങൾ പൂട്ടും, യുവതലമുറ തൊഴിൽ തേടി അന്യനാടുകളിലേക്ക് പലായനം ചെയ്യും. കേരളം ഇനി കാണാൻ പോകുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരുണ്ട കാലഘട്ടമായിരിക്കും. സാമ്പത്തിക വിദഗ്ധർ അതിനെ വിളിക്കുന്ന പേരാണ് സമ്പൂർണ്ണ വികസന മുരടിപ്പ്. വാഗ്ദാനങ്ങളുടെ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ് അവർ നമുക്ക് നൽകിയത് നമ്മുടെ നാടിൻ്റെ ഭാവിയാണ്. കേൾക്കാൻ ഇമ്പമുള്ള സൗജന്യങ്ങളുടെ പേരിൽ നാം പണയം വയ്ക്കുന്നത് വരും തലമുറയുടെ വികസനങ്ങളാണ്. കേന്ദ്രത്തിൻ്റെ ഉപരോധങ്ങളും സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയും രാഷ്ട്രീയക്കാരുടെ പൊള്ളയായ വാഗ്ദാനങ്ങളും കൂടി ചേരുമ്പോൾ കേരളം നടന്നു കയറുന്നത് വികസനമില്ലാത്ത, പ്രതീക്ഷകളില്ലാത്ത ഒരു വലിയ ശൂന്യതയിലേക്കാണ്. ചോദ്യം ഇതാണ്: ഈ വികസന മുരടിപ്പിൻ്റെ ശവപ്പറമ്പിൽ നിന്ന് നമ്മെ ആര് രക്ഷിക്കും? ഉത്തരം നൽകേണ്ടത് കാലമാണ്. പക്ഷേ ആ ഉത്തരം നൽകാൻ കാലത്തിന് പോലും സമയമുണ്ടായെന്ന് വരില്ല.